ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, എത്ര ഒരിക്കലും ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത് മുഖത്തെ ചിരിയാണ്. ഓഡിറ്റോറിയത്തിൽ മാഡം എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കണം. മരിച്ചു കിടക്കുമ്പോഴും ചിരിച്ചു കിടക്കണം അല്ലേ സിനി ചേച്ചി? മോളെ, നിന്നോട് എന്ത് മറുപടിയെ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ടെൻഷൻ ഈ ചേച്ചിക്ക് മനസ്സിലാവും. മനസ്സിലാക്കാൻ മാത്രമേ പറ്റൂ. പ്രതികരിക്കാനുള്ള ബലം എനിക്കില്ല. യെസ്, ഈ സ്മൈൽ ഇതാ വേണ്ടത്. ഹലോ മോളെ, കല്യാണത്തിന്റെ ചടങ്ങുകളൊന്നും തുടങ്ങാറായിട്ടില്ലേ? കൃഷ്ണയെ ഒരുക്കിക്കൊണ്ട് വരണ്ടേ? പിന്നെ മുഹൂർത്തം നോക്കണ്ടേ? അവളുടെ ഒരുക്കത്തിന്റെ കാര്യം പറയാനാ ഞാനീ വിളിച്ചേ. എന്തിനാ ബ്യൂട്ടീഷ്യൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ഈ മേക്കപ്പ് ഒക്കെ മതിയെന്ന് അവരോട് ചെന്ന് പറ. ഇപ്പൊ തന്നെ ചെന്ന് പറയണം. അവളുടെ അവസാനത്തെ ഒരുക്കല്ലേ ഇതിപ്പോ. അത് അതിന്റെ രീതിയിൽ നടന്നോട്ടെ. നോ മമ്മി, എനിക്കിതൊന്നും സഹിക്കുന്നില്ല. മോളെ, പറയുന്ന കേക്ക്. ആ പെൺകുട്ടിയുടെ യാത്രയെപ്പെങ്കിലും ഗംഭീരമായിട്ട് നടത്തിയാല് നമ്മുടെ കുറ്റബോധം അത്രയും കുറയും. നമുക്കെന്തിനു കുറ്റബോധം? അവള് പണം വാങ്ങിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നേ? മോളെ, ഞാൻ വിളിക്കാം. ഇവിടെ നല്ല തിരക്ക എനിക്ക്. മമ്മി, മമ്മി, ചെയ്യ് നിന്റെ അവസാനം അടി ഇന്ന്. തങ്കം, നമുക്ക് തിരിച്ചു പോയാലോ? നമുക്ക് ആശുപത്രിയിലേക്ക് തിരിച്ചു പോകാം. തങ്കേച്ചി, അവൾക്ക് ലഭിക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. അത് നടന്നോട്ടെ എന്ന് കരുതുന്നതല്ലേ നല്ലത്. നാളെ നിന്റെ മോള് ഭാഗ്യ വലുതാകും. അവളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും നടക്കും. അന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ നിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താൻ സമ്മതിക്കോ സുനന്ദേ? സമ്മതിക്കുമെന്ന്. തങ്കം, ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ തിരക്കുന്നുണ്ടാവും. ഇനിയും നമ്മൾ തിരിച്ചു ചെന്നില്ലെങ്കിലേ
അവര് പോലീസിൽ പരാതിപ്പെടുകയോ മറ്റോ? പരാതിപ്പെടട്ടെ ഗോപാല. എന്താ പോലീസ് എന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? എന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ പോകുന്നേ. അത് തടയാൻ വരുന്ന പോലീസുകാരുണ്ടെങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. അതെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. പെറ്റ വയറിന്റെ വേദന എന്താണെന്ന് ഒന്ന് മനസ്സിലാവട്ടെ. വരനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നോളൂ. കീർത്തി, ഭാഗ്യമുണ്ടെങ്കിൽ മോളുടെയും കൂടെ ഇതുപോലെ എന്തെങ്കിലും നടത്താം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. ദാ. തങ്കേച്ചി തങ്കം, പോരേ. അങ്ങോട്ട് പോണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞില്ലേ തങ്കേച്ചി? ഇനി ഇനി നിങ്ങളൊന്നും പറയണ്ട സുനന്ദേ. പറഞ്ഞിട്ടും കാര്യമില്ല. തങ്കം, പോകരുത്. തങ്കേച്ചി, വിട്, എന്നെ പിടിക്കണ്ട. ഞാൻ പൊക്കോളാം. വാ. ഗാഥ. ഇതെന്താ തങ്കേച്ചി, ഇതെന്താ എന്റെ മോളുടെ പേര് മാറ്റി എഴുതിയിരിക്കുന്നേ? എന്താ ഗോപാല ഇത്? അത് തങ്കം, നവീൻ കൃഷ്ണനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേ നവീനെ കുറിച്ച് കൃഷ്ണയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. കൃഷ്ണ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ നവീൻ അത് കാര്യമാക്കിയില്ല. പക്ഷേ നവീന്റെ ബന്ധുക്കളൊക്കെ വലിയ നിലയിലല്ലേ, അവർക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു.